പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. വിശ്വസിച്ച് ചോദിച്ചാൽ നമുക്ക് ലഭിക്കും. ഈ ദിവ്യകാരുണ്യത്തെ പുച്ഛിക്കുന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തവന് സൗഖ്യത്തിന്റെ അനുഭവം ലഭിക്കുകയില്ല. കാരണം ഈശോ ബൈബിളിലുടനീളം ചോദിക്കുന്നത്, നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവൻ ലഭിക്കും, സംശയിക്കുന്നവൻ ലഭിക്കുകയില്ല. വിശ്വാസത്തോടെ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ എൻ്റെ കൂടെയുണ്ട് എന്നതിൻ്റെ ദൃശ്യമായ അടയാളമാണ് ഈ ദിവ്യകാരുണ്യം. ഈശോയുടെ ഈ ദിവ്യകാരുണ്യം ഈ കരങ്ങളിലെടുക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അത്ഭുതത്തോടെ ഈശോയെ എടുത്തു പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ സാന്നിധ്യം മരണം വരെ എന്നെ നീ ഓർമ്മപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നീ എൻ്റെ കൂടെ ഏത് പ്രതിസന്ധിയിലും ഉണ്ട് എന്ന വിശ്വാസത്തിൽ എന്നെ വളർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈശോയെ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും പതറിപ്പോകാതെ നിന്റെ കൂടെ ആയിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിൽ വരുമ്പോൾ ഇത്ര മാത്രം പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം തരും. എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് പരിഹരിക്കും. നമ്മെ പാപത്തിന്റെ അകൽച്ചയിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തോട് ചേർത്ത് നിർത്തുവാനാണ് സ്വന്തം പുത്രനെ ഈശോ മിശിഹായെ ഈ ലോകത്തിലേക്ക് അയച്ചതെങ്കിൽ, അവിടുന്ന് നമുക്ക് രക്ഷ നൽകിയത്, അവിടുന്ന് നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്, അവിടുത്തെ രണ്ടാമത്തെ വരവ് വരെ അവിടുത്തെ സാന്നിധ്യം നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഉപരിപ്ലവമായ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ആഴമായ വിശ്വാസം നമുക്ക് നേടിയെടുക്കാം. ഈ ദിവ്യകാരുണ്യം ഇത് യാഥാർത്ഥ്യമാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നതിനുള്ള അടയാളമാണ്. ദൈവം എൻ്റെ സിരകളിൽ ത്രസിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ദൈവമാണ് എന്നെ ഈ ജീവനിൽ നിലനിർത്തുന്നത് എന്നതിനുള്ള അടയാളമാണ്. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ല, എൻ്റെ ജീവിതത്തിലില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുവാനുള്ള ദിവ്യകാരുണ്യത്തിന്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പൂർണ്ണമായും നമ്മുടെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. ഈശോ മിശിഹായിലൂടെ അവിടുന്ന് എനിക്ക് സമീപസ്ഥനാണ്, അവിടുന്ന് എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ വളരാം. നമ്മുടെ വരും തലമുറകളെയും ഈ വിശ്വാസത്തിൽ വളർത്താം. ഇസ്രായേൽക്കാര് അതാണ് ചെയ്തത്. തലമുറകളിലേക്ക് ഈ വിശ്വാസം പകർന്നു കൊടുത്തു. അവരുടെ ഇടയിൽ കൂടാരമടിച്ച് അവരെ സംരക്ഷിച്ച അഗ്നിസ്തംഭമായി മേഘച്ചുരുളുകളിൽ എഴുന്നള്ളി വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക കാലഘട്ടത്തിലും ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, സഭയുടെ കൗദാസിക ജീവിതത്തിലൂടെ എന്നിൽ സന്നിഹിതനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും ആകുലത വേണ്ട. സർവ്വതും അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഈ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ദൈവം വലിയ കൃപ നമുക്ക് തരും എന്ന് വിശ്വസിക്കാം. ഈ ദിവ്യകാരുണ്യത്തിന്റെ ദേവാലയത്തിലായിരിക്കുമ്പോൾ ദൈവകരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരുന്നതുപോലെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.